ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മീയകഥകളിൽ നാം ചിന്തിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക്. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് മോക്ഷമാണ്. എന്താണ് സത്യത്തിൽ ഈ മോക്ഷം എന്ന് പറയുന്നത്? മോക്ഷം തരണേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. മോക്ഷം എന്നാൽ ആത്മാവിൻ്റെ തൃപ്തി എന്നാണ് അർത്ഥം. ആത്മാവിന് തൃപ്തി കിട്ടുമ്പോൾ മാത്രമേ മോക്ഷപ്രാപ്തിയിലെത്തുകയുള്ളൂ. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പം ഈ മോക്ഷം കിട്ടുന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുമ്പോഴാണ് മോക്ഷം എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വിടുതൽ കിട്ടണമെങ്കിൽ മരണം സംഭവിക്കണം, എങ്കിലേ മോക്ഷം ലഭിക്കൂ എന്നുള്ള ഒരു ചിന്താഗതി നിരവധി കാലങ്ങളായിട്ട് നിലനിൽക്കുന്നു. സത്യത്തിൽ മരണശേഷമാണോ മോക്ഷം? അതോടെല്ലാം ചിന്തകൾ നശിക്കുന്നു, മോക്ഷപ്രാപ്തിയിലെത്തുന്നു എന്നുള്ള ആ ഒരു വിചാരം വെച്ചിട്ടാണ്. ജീവിച്ചിരിക്കെ തന്നെ മോക്ഷത്തിൽ ജീവിക്കുക. അതിനെന്താണ് വേണ്ടത്? നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ കാലാകാലങ്ങളായിട്ട് ഒരുപാട് പരിവർത്തനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിവേഗം മാറ്റം നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നാം ജീവിക്കുന്ന കലിയുഗത്തിലാണ്. എല്ലാ അർത്ഥത്തിനും ഒരു വേഗതയിലാണ്. ഒപ്പം നമ്മുടെ പൂർവികരൊക്കെ സ്വപ്നത്തിൽ പോലും കാണാതിരുന്ന സുഖലോലുപതരുമാണ്, സുഖസൗകര്യങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സുഖസൗകര്യങ്ങൾ കൂടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മസംഘർഷം കൂടുന്നു, ഒരുപാട് പ്രശ്നങ്ങളിലേക്കും പോകും. എന്നാൽ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് എല്ലാം ഉണ്ടാവണം, എല്ലാം നേടണം. നേടുന്നതോടൊപ്പം തന്നെ മോക്ഷത്തിൽ സംതൃപ്തമായിട്ട് ആത്മാവിന് മോക്ഷം കിട്ടത്തക്ക രീതിയിൽ എല്ലാം നേടിയും തേടിയും പോകാൻ സാധിക്കും. അതിലേക്ക് പോകുമ്പോഴാണ് ചില ഓർഡറുകൾ, സ്റ്റെപ്പുകൾ നമ്മൾ അറിയണം എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ട് തൊട്ടേ നിർദ്ദേശം നൽകിയിരുന്നു. എന്താണത്? ഭക്തി എന്ന് പറയുന്നത് ഈ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഭക്തി, യുക്തി, മുക്തി, മോക്ഷം. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മോക്ഷപ്രാപ്തിക്കായിട്ട്. ഒന്നുകൂടെ പറയാം: ഭക്തി, യുക്തി, മുക്തി, മോക്ഷം. അപ്പോൾ ഈ മോക്ഷം കിട്ടണമെങ്കിൽ ആദ്യത്തെ 3 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ പലരും ഭക്തരാണ്. ബഹുഭൂരിപക്ഷവും 98% മനുഷ്യർ, മാനവരാശി എക്കാലവും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസങ്ങളിലും ഭക്തിയിലൂടെയും അവനവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി നയിച്ചു പോരുന്നവരാണ്. അപ്പോൾ ഈ ഭക്തി ചെയ്യുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ ഭക്തി മാർഗം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കിട്ടുന്നില്ല? മോക്ഷം കിട്ടുന്നില്ല. ജീവിതാവസാനം വരെ ആവലാദികളും പ്രശ്നങ്ങളും കൂടി വരാൻ കാരണം ഈ ഭക്തിയിലെ യുക്തി അറിയാതെ ഭക്തി മാർഗം സ്വീകരിക്കുന്നുകൊണ്ടാണ്. അപ്പം നമുക്കായിട്ട് നമ്മുടെ പൂർവികർ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഭക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ എല്ലാം നമ്മൾ പോകാറുമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ യുക്തി അറിയാതെ ആ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മുക്തി കിട്ടാതിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തിമാർഗത്തിലല്ലേ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകളിലൂടെയൊക്കെ ജീവിതം തുടങ്ങുന്നവരാണ്, ഓരോ ദിവസവും തുടങ്ങുന്നവരാണ്, ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന വേള എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സ് ശാന്തമാകും. മറ്റ് കാലുഷ്യമായ പലവിധത്തിലുള്ള ചിന്തകൾ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ, കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ പാരായണങ്ങളും ഒക്കെ. ഇപ്പോൾ ക്ഷേത്രങ്ങളിലായിക്കോട്ടെ, പള്ളികളിലായിക്കോട്ടെ, മോസ്കിലായിക്കോട്ടെ, അവിടെ പോയി നമ്മൾ ഏകാഗ്രമായിട്ട് ചെയ്യുന്ന ചില ക്രിയകൾ, പ്രാർത്ഥനകളുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ വീട്ടിലെ കാര്യം ആലോചിക്കണമെന്നില്ല, തൊഴിൽപരമായ കാര്യങ്ങൾ ആലോചിക്കുന്നില്ല, മറ്റു സംഘർഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഏകാഗ്രമായിട്ട് ഇരുന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള അവസരമാണ് പ്രാർത്ഥനകൾ. പലരും അത് ദൈവത്തോട് പറയുകയാണ്. ഒരു ഒബ്ജക്റ്റിനെ ഇടനിലക്കാരനായി നിർത്തിക്കൊണ്ട് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ എനിക്ക് ഈ ദൈവം എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള വിശ്വാസത്തിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ. തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. അങ്ങനെ പ്രാർത്ഥനകൾ ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ നീളുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മറ്റ് ചിന്തകളുടെ എണ്ണം കുറയുന്നു. നമ്മുടെ മനുഷ്യൻ്റെ മറ്റ് ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ മാത്രമേ ഉള്ളിലുള്ള ആത്മശക്തി ഉണരുകയുള്ളൂ, ആത്മാവെല്ലാം സ്വാംശീകരിക്കത്തക്ക രീതിയിൽ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ആത്മാവിനെ
പവർഫുള്ളാക്കി അല്ലെങ്കിൽ ജാഗരൂകനാക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എല്ലാ പ്രാർത്ഥനകളും. അപ്പോൾ പ്രാർത്ഥനകൾക്ക് ശേഷം തൊട്ടടുത്ത നിമിഷം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, അതായത് പലരും മന്ത്രം എന്ന് പറയാറില്ലേ, മനനാൽ ത്രായതേ ഇതി മന്ത്ര. ത്രാത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന, ആവർത്തിക്കുന്നത്. അപ്പോൾ ആവർത്തിച്ച് നമ്മൾ മനസ്സിലേക്ക് കൊണ്ട് നടക്കുന്ന ചിന്തകളുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, ആരോഗ്യം ആവശ്യമുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്, സന്തോഷം ആവശ്യമുണ്ട്. ഇതിന് സൂചകങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ, അത് പോസിറ്റീവായിട്ടുള്ളത് ആവർത്തിച്ച് സ്ഥിരം കൊണ്ട് നടക്കുന്നതാണ് മന്ത്രം. അപ്പോൾ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മുടെ പ്രധാന ആവശ്യം എന്ത് നൽകുന്നോ അത് നമ്മുടെ ആത്മാവ് സ്വാംശീകരിക്കുന്നു. അതിലൂടെയാണ് ഫലപ്രാപ്തിയിലേക്ക് എത്തുക, ആത്മാവിന് സംതൃപ്തി കിട്ടുകയുള്ളൂ, മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. നമ്മുടെ വ്യാകുല ചിന്തകളും കാര്യങ്ങളും ഇറക്കി വെക്കാനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു. കുറേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നിമിഷം ഈ വ്യക്തിയുടെ അടിസ്ഥാന ക്വാളിറ്റി മോശമാണെങ്കിൽ, നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയായിരിക്കും കൊടുക്കുന്നതെങ്കിലോ, അത്രയും സമയം പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് കൊടുത്ത നിർദ്ദേശം നെഗറ്റീവ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഫലമാണ് ഉണ്ടാകാറ്. അതുകൊണ്ടാണ് ഭക്തിമാർഗത്തിലൂടെ ജീവിതകാലം മുഴുവൻ പലരും പോയിട്ടും ദുരിതങ്ങളും കഷ്ടതകളും യാതനകളും കൂടിക്കൂടി നിൽക്കാൻ കാരണം ഭക്തരാണ്. പക്ഷേ യുക്തി അറിയാതെ ഈ ഭക്തി ആചരിക്കുമ്പോൾ അത് ആത്മാവിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നില്ല, അത് പ്രപഞ്ചത്തിലേക്ക് വികിരണം ചെയ്യപ്പെടുന്നില്ല, അവിടെ നിന്ന് തിരികെ ഒന്നും ലഭിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഭക്തനാണോ എന്ന് ചോദിച്ചാൽ പുറമേ ഭക്തനാണ്, പക്ഷേ എന്തില്ല, യുക്തിയില്ല. ഇതിൻ്റെ യുക്തി എന്താണ്? പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കൊടുക്കുന്ന ഏത് നിർദ്ദേശവും ആത്മാംശത്തിലേക്ക് സ്വാംശീകരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനൊരു യുക്തിയുണ്ട്. അതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ, മനുഷ്യജീവിതത്തിൽ ജീവിക്കുന്ന നിരവധി ആഗ്രഹങ്ങളുണ്ടാവും. നന്മയുള്ള ആഗ്രഹങ്ങൾ എന്തും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിസൾട്ടിലേക്ക്, ഫലപ്രാപ്തിയിലേക്ക് എത്തും. ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ആത്മാവിന് ശരിക്കും സംതൃപ്തമാകണം. അങ്ങനെ ഓരോ ചടങ്ങുകളും ഭക്തിയിലും യുക്തിപൂർവ്വം ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഓർക്കുക, മോക്ഷത്തിലേക്കാണ് എത്തണമെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ മോക്ഷം ലഭിക്കാൻ ആദ്യം ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഭക്തി മാർഗത്തെ നമ്മൾ ഫോളോ ചെയ്യണം, മുറുകെ പിടിക്കണം എന്ന് പറയുന്നു. അതിൻ്റെ യുക്തി എറിഞ്ഞ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി നേടുന്നു. ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് അലയുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം. ടെൻഷൻ ഉണ്ടാകും, ഡിപ്രഷനാകും, ദേഷ്യം, ഭയം, സാമ്പത്തിക പ്രശ്നം, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങളാണ് മനുഷ്യൻ പേറി നടക്കുന്നത്. എല്ലാം തലയ്ക്കകത്തൊരു തീച്ചൂള പോലെ കൊണ്ട് നടക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടണമെങ്കിൽ യുക്തിപൂർവ്വം ഭക്തി ചെയ്യുമ്പോൾ, അതിനുള്ള മുക്തി കിട്ടുമ്പോഴോ ആത്മാവിന് സ്വാഭാവികമായിട്ടും ലഭിക്കുന്നു ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെത്തിയാലോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ജന്മം ധന്യധന്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ പല വിധത്തിലുള്ള ചില പുരാതന കാലം മുതൽ നമ്മുടെ അനുഷ്ഠാനങ്ങൾ നിത്യജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ജീവിതശൈലി, ജീവിതക്രമം ഏത് കാലഘട്ടത്തിലും നമ്മൾ ആചരിച്ചിരുന്നു. എല്ലാത്തിലും, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ ഓരോ ശ്വാസത്തിലും, ഓരോ ചെയ്തിയിലും, ഓരോ കർമ്മത്തിൻ്റെയും പിന്നിൽ ഒരു സ്പിരിച്വൽ, ആത്മീയമായ രീതിയിലുള്ള ഒരു കൈകടത്തൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം അത് വെച്ച് പുലർത്തിക്കൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ ഈ പറയുന്ന മോക്ഷത്തിലേക്ക് ജീവിക്കുമ്പോൾ തന്നെ ഈ ഭൗതിക കാലഘട്ടത്തിൽ എല്ലാം അറിയുകയും കേൾക്കുകയും ഒക്കെ നേടുന്നതോടൊപ്പം തന്നെ നമുക്ക് മോക്ഷപ്രാപ്തിയിലെത്തണം. ഇപ്പോൾ ആരാണ് ശരിക്കും മോക്ഷപ്രാപ്തിയിലെത്തിയ ആളെന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തിയുള്ളവൻ തന്നെയാണ്. ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുള്ളവരാണിന്ന് മനുഷ്യൻ, അല്ലേ? ബഹുനില കെട്ടിടങ്ങളുണ്ട്, ശീതീകരിച്ച മുറിയുണ്ട്. അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലെങ്കിൽ അവൻ ദരിദ്രനാണ്. കാരണം ആത്മസാക്ഷാത്കാരത്തിലല്ല, മോക്ഷം കിട്ടിയിട്ടില്ല. എന്നാൽ ഇതൊന്നുമില്ലാതെ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരു കടത്തിണ്ണയിലാണേലും കിടന്നാൽ നല്ലതുപോലെ ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഉറങ്ങുന്നതെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലാണ്, മോക്ഷപ്രാപ്തിയിലാണ് ഈ വ്യക്തി ജീവിക്കുന്നതെന്നർത്ഥം. ആത്മീയകഥകളിൽ ഇന്ന് ഈ വിഷയം പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.